മൂന്നാറിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് നമ്മളിവിടെ കയറിയത്. മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറി. ഇതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 10 പേരോളം ഉണ്ടായിട്ടും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത്. ആംബിയൻസും ഭയങ്കര ഹൈജീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർ തന്നെ ശേഖരിക്കണ കൊക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയാൽ നേരെ കാണുന്നത് അവിടെ കൗണ്ടറാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നല്ലൊരു സീറ്റിംഗ് ആംബിയൻസ് ഉണ്ട്. നമുക്കിവിടെ വന്നിരുന്ന് ചോക്ലേറ്റ്സൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഹോട്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് 100 കിലോ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നതിന് 100 കിലോ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഇതുപോലെ 250 കിലോ കൊക്കോ പീൻ എടുക്കും. അത് നമ്മൾ കൊക്കോ പീൻ കളക്ട് ചെയ്തിട്ട് ഒരു 7 ദിവസം ഫെർമെന്റേഷൻ ചെയ്യും. പിന്നെ അത് വെയിലത്തിട്ട് ഡ്രൈ ചെയ്ത് ഹോൾ ടൈമിൽ റോസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്യും. ഫെർമെന്റേഷൻ ഡ്രൈ റോസ്റ്റ് ചെയ്യും. ഇതിന്റെ ഷെല്ല് കളഞ്ഞ ആദ്യം കൊക്കോനട്ട്സ് ഗ്രൈൻഡ് ചെയ്താണ് റോസ്റ്റ് ചെയ്ത കൊക്കോനട്ട്സ് നമ്മൾ ആ മെഷീനിട്ട് ഹീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യും. നമ്മളൊരു 7 മണിക്കൂർ 36 ഡിഗ്രി ചൂടിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. ഇതിനകത്ത് ഓയിൽ കൺസൺ കൂടെ ഉണ്ട്. കൊക്കോ പീനകത്ത് കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊന്ന് ഹീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഗ്രൈൻഡ് ആയി പേസ്റ്റ് പോകും. 7 മണിക്കൂറിന് ശേഷം 36 ഡിഗ്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യുവാണെങ്കിൽ പേസ്റ്റ് പോകും. നമ്മൾ അതിനുള്ള മിൽക്കും ഷുഗറും ആയി. നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുന്ന 42% കൊക്കും 35% മിൽക്ക് ചോക്ലേറ്റ്സ് ബാക്കി ഷുഗറാണ് പറയുന്നത്. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് മിൽക്ക് ചോക്ലേറ്റും ഷുഗറും ആഡിയിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയി ഇതിനകത്ത് ഹോട്ട് ചോക്ലേറ്റ് കിടക്കുന്നു. അതേപോലെ കണക്കൊരു ഹോട്ട് ചോക്ലേറ്റ് ഫോമിലാണ്. ആ ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ ആ മോൾഡിൽ ഒരു ലെയർ ഉണ്ടാക്കിയിട്ട് പൾപ്പ് നട്ട്സ് അതുപോലെ ഫില്ലിംഗ് ഇട്ട് റീഫിൽ ചെയ്ത് ഫ്രീസ് ചെയ്യും. ഒരു -17 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഫ്രീസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. നമ്മൾ ഈ കൊക്കോ ബട്ടർ ഉണ്ടാക്കി ഇതാ കൊക്കോ ബട്ടർ. ഇതിനകത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന കൊക്കോ ബട്ടർ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മിൽക്ക് മിൽക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്താണ് വൈറ്റ് ചോക്ലേറ്റ്. പിന്നെ ഡാർക്ക് ഉണ്ട്, അത് വിതൗട്ട് ഷുഗർ ആണ്. അതിനകത്ത് 80% കൊക്കോ ബട്ടർ സ്റ്റീവിയ. മിൽക്കിലെ ഷുഗർ അല്ല, കൊക്കോ ബട്ടർ പിന്നെ സ്റ്റീവിയ. സ്റ്റീവിയ ഓർഗാനിക്സ് അതിനകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഷുഗർ ഓർഗാനിക് ഷുഗർ ഡയബറ്റീസ് കഴിക്കാവുന്ന ഷുഗറാണ്. ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് അതാണ് ജെല്ലിയിലെ സബ്സ്റ്റൻസ് എന്തൊക്കെയുണ്ട്? പൾപ്പിന്റെ ബേസിലാണ് ഉണ്ടാക്കുന്നത്. പൾപ്പ്, ഷുഗർ, ഗ്ലൂക്കോസ്, സിട്രിക് ആസിഡ്, അതിനകത്ത് ജെലാറ്റിൻ ഇല്ലാത്ത ജെല്ലി. കൊക്കോ പൗഡർ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ഷേക്ക്, കേക്ക്, ഐസ്ക്രീം. അത് കൊക്കോ ബീൻ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്ന വാട്ടർ ഉള്ളിൽ പോകാതെ 7 വർഷം 7 years നിന്നോളും. ഒന്നുമില്ല ഇതിനകത്ത്. ഒന്നും കേറുമില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ മാത്രം കംപ്ലൈന്റ് ആവും. അല്ല, ഞാൻ ചോദിച്ചതല്ല, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അല്ലാതെ അങ്ങനെ വെക്കരുത്. പുറത്ത് ജസ്റ്റ് ഫ്രീ ആയിട്ട് വെച്ചു. 7 വർഷം. 7 വർഷം ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വെച്ചാൽ ഇപ്പൊ ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് എവിടെയൊക്കെ ആണോ അവിടെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ബോഡി വെയിറ്റ് ഓവർ ആവുന്നുണ്ട്, അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാണ്. പിന്നെ ആന്റി ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം കൂടുതലുള്ളതുകൊണ്ട് ആന്റി ഓക്സൈഡ് എന്തിനാണെന്ന് വെച്ചാൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു സാധനമാണ് ആന്റി ഓക്സൈഡ്. അതിന്റെ കണ്ടന്റ് വരുന്നത്. അത് മാത്രമല്ല, ലാസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ അവർ നമുക്കൊരു ഹോട്ട് ചോക്ലേറ്റ്, അതായത് സാമ്പിൾ അകത്ത് മെഷീനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു സാമ്പിളും നമുക്ക് തന്നിരുന്നു. പിന്നെ കൊക്കോസ് ഒക്കെ കൊക്കോ ഇവിടെ തന്നെ നമ്മുടെ തന്നെ പ്ലാന്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഇത് കൊക്കോ ഉണ്ടല്ലോ, ഒരേ ക്വാളിറ്റി ഉള്ളത് മഡഗാസ്കർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് ഞങ്ങൾ ട്രൈ ചെയ്ത് കിട്ടും. ഇല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളിൽ വിൽക്കും. അപ്പോൾ മൂന്നാർ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹുഡോഫിലിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.